അടുത്ത ആഴ്ച ഞങ്ങളുടെ രജിസ്ട്രേഷനാണ് സ്ഥലത്തിന്റെ. ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. കൊട്ടിഘോഷിച്ച് തറക്കല്ലിട്ടെങ്കിലും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ നിർമ്മാണം ഇനിയും തുടങ്ങിയിട്ടില്ല. ചട്ടപ്രകാരം വേണ്ട പെർമിറ്റ് അപേക്ഷ പോലും ഇതുവരെ മേപ്പാടി പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയാണ്. വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അനാച്ഛാദനം ചെയ്ത തറക്കല്ല് പോലും ഇപ്പോൾ കാണാനില്ല. നിർമ്മാണ സാമഗ്രികളൊന്നും ഇത്ര ദിവസമായിട്ടും സ്ഥലത്തേക്ക് എത്തിയിട്ടുമില്ല. വീടുണ്ടാക്കുമെന്ന് പറഞ്ഞു, തറക്കല്ലിട്ടു, ഇപ്പോൾ തറക്കല്ലിന്റെ തരി പോലും കാണാനില്ലെന്നാണോ? കഴിഞ്ഞ 26-ാം തീയതിയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തായിരുന്നു വേദി. ഇവിടെയാണ്, ആ വേദിയിൽ വെച്ചാണ് ആ ശിലാഫലകം അനാച്ഛാദനം ചെയ്തത്. പക്ഷേ ആ ശിലാഫലകം ഇപ്പോൾ കാണുന്നില്ല. മാത്രമല്ല വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്കും കോൺഗ്രസ് കടന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നമ്മൾ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടതാണ് മേപ്പാടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം. ഇന്നലെ വൈകിട്ട് 5 മണിവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും ഇതുവരെ പഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസ് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ വീട് അത് കർണാടക സർക്കാർ നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പിരിവ് നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞു. അങ്ങനെ വീടിന്റെ വാഗ്ദാനം കുറെ കേട്ടവരാണ് നമ്മൾ മലയാളികൾ. നോക്കൂ, നിർമ്മാണ സാമഗ്രി പോലും ആ പ്രദേശത്ത് എത്തിയിട്ടില്ല. അപേക്ഷ എവിടെ? തറക്കല്ലിട്ടിട്ട് അങ്ങ് പോയാൽ തറയുയരുമോ? മുകളിലേക്ക് മേൽക്കൂരയടക്കമായി കിടപ്പാടമായി മാറി അവിടെ ആ പാവങ്ങൾക്ക് അന്തിയുറങ്ങാൻ